ഈ പ്ലാന്റിൻ്റെ ഫ്ലവറുകൾക്ക് നല്ല കളറ് കിട്ടാനായിട്ടും ഈ ഒരു ഇത് കണ്ടോ, വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ പോട്ടിൻ്റെ സൈഡ് കണ്ടോ, ഈ പോട്ടിൻ്റെ സൈഡിൽ കൂടെ സ്നെയിൽ എഴയുന്നുണ്ട് കണ്ടോ. അത് നമുക്ക് കുറേശ്ശെയായിട്ട് പ്ലാന്റിൽ ഇങ്ങനെ വീഴും. നമ്മൾ ഈ കിഴിയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഉണ്ടല്ലേ. ഇപ്പോൾ പ്ലാന്റ് കണ്ടല്ലോ, നമ്മുടെ ബഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ വേണ്ട കണ്ടോ. പക്ഷേ ഈ ബഡ് തിന്നാനായിട്ട് ഏതൊക്കെയോ ജീവികൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇത് കണ്ടോ, എന്തോ ഒരു പുഴുവിൻ്റെ കാഷ്ടമാണ് അത് കണ്ടോ. അതുപോലെ ഈ 1-2 ലീഫിൻ്റെ അടിയിലായിട്ടൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഇൻസെക്റ്റിൻ്റെ ഒരു അറ്റാക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഒരു ബ്ലാക്ക് സ്പോട്ട് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ മണ്ട ഭാഗത്തായിട്ട്. അതുപോലെ അതാ ഈ ഒരു ഇലയുടെ അടിവശം കണ്ടോ ഒച്ച് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മുട്ട എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ കാഷ്ടമൊക്കെ ഇതിൻ്റെ അടിയിലായിട്ട് കാണും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ കിളിർപ്പൊക്കെ വന്നല്ലോ പ്ലാന്റിന്, അപ്പോൾ അത് കഴിക്കാനായിട്ട് വന്നതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഉടനെ തന്നെ നമ്മളൊന്നുകൂടെ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പൈക്കൊന്നും തരുത്തില്ല, ഫുള്ള് ഒച്ച് തിന്നുകൊണ്ട് പോകും കേട്ടോ. അപ്പം റൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഈ പുതിയ റൂട്ടൊക്കെ ഒച്ച് തിന്നുവേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. നമ്മുടെ പുതിയ റൂട്ടുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ കിഴികൾ വെച്ചിട്ടുണ്ടല്ലോ, ഈ കിഴികളൊക്കെ വേരിൽ നന്നായിട്ട് പറ്റിയിരിക്കുവാണ്, നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. ഇത് കണ്ടോ, റൂട്ടിരിക്കുന്നുണ്ടോ, ഈ കിഴിയുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ നന്നായിട്ട് ഫെർട്ടിലൈസർ കിട്ടുന്നത് കൊണ്ട് ആ റൂട്ടുകൾ ഫീഡ് ചെയ്യാൻ വേണ്ടി അതിനടുത്തേക്ക് വളർന്നു വരുവാണ് കണ്ടോ. നന്നായിട്ട് നല്ല ടിപ്പുള്ള ഗ്രീൻ ടിപ്പുകളുള്ള നല്ല റൂട്ടുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതോടൊപ്പം ഇവർക്ക് കുറച്ച് കെയറിങ്ങിനായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മുടെ ഓർക്കിഡ് സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ജൈവ വളമാണ് നമ്മളുടെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ സീഡ്ലിങ് ഓർക്കിഡ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനൊക്കെ കണ്ടല്ലോ, എല്ലാം അടിപൊളിയായിട്ട് വളർന്നു വരുവാണ്, തൈകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ. ഇനി നമ്മൾ ബീട്രൂട്ടും വെളുത്തുള്ളിയും വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റും നല്ലൊരു ജ്യൂസ്. അപ്പോൾ നമുക്ക് അറിയാലോ ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ആ ബീട്രൂട്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ തോരനൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ തോല് മാത്രമായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ എല്ലാം കൂടി വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിൻ്റെ തോല് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ നല്ലൊരു ഇൻസെക്ടിസൈഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന നമ്മുടെ വെളുത്തുള്ളി, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് അടിപൊളിയൊരു ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് പ്ലാന്റിന് ഗ്രോത്ത് കൂടുകയും ഫ്ലവറിങ്ങിന് സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുപോലെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കാണ് ഷെയർ ചെയ്യാൻ കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഓർക്കിഡ് വെറൈറ്റി പ്ലാന്റുകൾ, അതുപോലെ പോട്ട്സ്, അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതാണ് രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ ചെയ്യാം, ഇന്ന് കുറച്ച് കെയറിങ്ങും കൂടെ വേറെ 1-2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറുകൾക്ക് നല്ല കളറ് കിട്ടാനായിട്ടും ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ ഈ നമുക്ക് ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാന്റിൽ. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഫ്ലവറിന് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനും സ്പൈക്കിൽ ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇതിൻ്റെ തോല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ബീട്രൂട്ട് നമുക്ക് എടുക്കുമ്പോൾ ഈ ഒരു തണ്ടുമൊക്കെ നമുക്ക് അതിനോട് എടുക്കാവേ. അപ്പോൾ ബീട്രൂട്ടിന് നമ്മൾ മാംസമുള്ള ഭാഗം എടുക്കത്തില്ല, തോലും അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ.
നമുക്കിനി ഈ തോലും വേസ്റ്റും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് അടിക്കാം. വേണമെങ്കിൽ ഇത് ചുമ്മാ വെള്ളത്തിൽ ഇട്ട് 2 ദിവസം വെച്ചിട്ട് ആ വെള്ളം എടുത്താലും മതി. ഇപ്പോൾ നമ്മൾ അന്നേരം തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാവേ. ഒന്ന് പൊടിഞ്ഞ് കിട്ടും, ഇല്ലെങ്കിൽ വെള്ളം കൂടെ കിടക്കുമ്പോൾ അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കണ്ടല്ലോ, നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള. ഇനി ഇതൊന്ന് അരിച്ചും കൂടി എടുക്കാവേ. നല്ല റെഡ് കളറിൽ അടിപൊളിയായിട്ടിരിക്കുകയാണേ. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് റെഡിയാക്കിയത്. ഈ വേനൽ സമയം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള കൊടുക്കുന്നത്. അതിൽ ഈ കൊന്തൊക്കെ ആണെങ്കിലും മഴക്കാലത്തൊന്നും കൊണ്ടുപോയി ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇപ്പം ഈ ഒരു സമയത്ത് നല്ല ചൂടല്ലേ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലാന്റിന് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൊന്ത് നമ്മൾ കളയത്തില്ല കേട്ടോ, ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ചുവട്ടി ഇടത്തേ ഉള്ളേ. നമ്മളുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് വേണമെങ്കിൽ ആഴ്ചകളോളം വേണമെങ്കിൽ വെക്കാം കേട്ടോ, പ്ലാന്റിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്ത് തന്നെ നമുക്ക് മുകളിൽ ഒരു ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക, അതായിരിക്കും സൗകര്യം. അപ്പോൾ ഒത്തിരി അങ്ങനെ വേസ്റ്റായി പോകത്തില്ല കേട്ടോ. ഒരു ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇടും. എന്നിട്ട് നമുക്ക് പ്ലാന്റിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് പ്ലാന്റിൽ ഇങ്ങനെ വീഴും. നമ്മൾ ഈ കിഴിയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വളം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷമായിരിക്കണം ഈ വളം ഒഴിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റിനും നമുക്ക് വളം ഒഴിക്കാം. ഈ ചെറിയ ഹോളിട്ടിട്ട് ഇങ്ങനെ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഫെർട്ടിലൈസർ ഒട്ടും നഷ്ടപ്പെടാതെ മുഴുവനായിട്ട് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്ത് ഒഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബഡിൽ വീഴാത്ത വേണം കേട്ടോ ഒഴിക്കാനായിട്ട്, പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നീട് ഇതിനകത്ത് അരച്ച് ചേർക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മറക്കാതെ വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പ്ലാന്റ്സിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് ഒരു 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പുളിപ്പിച്ചിട്ട് ഒഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്ന് തന്നെ നമ്മൾ അടിച്ച് അന്ന് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ വെച്ചിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെ ഡയല്യൂട്ട് ചെയ്ത് ഒഴിക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ജ്യൂസ് നമ്മുടെ പ്ലാന്റ്സിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നല്ല ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ അറ്റാക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില ഭാഗത്തൊക്കെ ഒരു സ്ക്രാച്ചുകളൊക്കെ വീണിട്ടുണ്ട് പ്ലാന്റിൽ. അപ്പോൾ രാത്രിയിലൊക്കെ എന്തോ അറ്റാക്ക് നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതിനായിട്ട് എനിക്ക് തോന്നുന്നത് സ്നെയിലാണെന്ന് തോന്നുന്നു. കാരണം 1-2 സ്നെയിലൊക്കെ ഞാൻ എൻ്റെ അടുത്തുള്ള 1-2 പോട്ടിലൊക്കെ കണ്ടു. ഇത് കണ്ടോ, വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ പോട്ടിൻ്റെ സൈഡ് കണ്ടോ, ഈ പോട്ടിൻ്റെ സൈഡിൽ കൂടെ സ്നെയിൽ എഴയുന്നുണ്ട് കണ്ടോ. കണ്ടോ, അപ്പോൾ ഇവർ ആരെങ്കിലും വന്നിട്ടായിരിക്കാം ഇതിൻ്റെ കാഷ്ടമായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്നെയിൽ പെല്ലറ്റ് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെ ഒന്ന് സേഫായിട്ടിരിക്കാൻ വേണ്ടി ഈ സ്പൈക്കൊന്നും കഴിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ഞാൻ സ്നെയിൽ പെല്ലറ്റും കൂടെ ഇന്ന് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ചതല്ലേ ഉള്ളൂ. അപ്പം ഞാനൊരു വൈകുന്നേരം ആകുമ്പോഴാണ് സ്നെയിൽ പെല്ലറ്റ് വെക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഈ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി ഡ്രൈ ആവണം. അല്ലെന്നുണ്ടെങ്കിൽ പെല്ലറ്റിൽ വെള്ളം വീണാൽ ഇതിൻ്റെ ആ ഒരു
എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഈ സ്നെയിൽ പെല്ലറ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ സ്നെയിൽസ് വന്നിരുന്നിട്ട് ഫുള്ള് ഇതിൻ്റെ ഈ വിഷമാണിതൊരു, അപ്പോൾ ഫുള്ള് ചത്തു പൊക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്നെയിൽ പെല്ലറ്റും കൂടെ വെക്കാം. അത് ഈ പോട്ട് ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പൈക്ക് വരുന്ന സമയമാണെങ്കിൽ സ്നെയിൽസൊക്കെ ഉണ്ട്, മഴ സമയമാണെങ്കിൽ സ്നെയിൽസ് വരും. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എവിടെ നിന്നെങ്കിലും ഇത് കഴിഞ്ഞ് വരും. അപ്പോൾ 1-2 സ്നെയിൽ പെല്ലറ്റൊക്കെ വയ്ക്കുക. 2 ദിവസത്തേക്ക് ആ സ്നെയിൽ പെല്ലറ്റിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലാന്റിന് കുറേ സ്നെയിൽസ് ഇത് തിന്നിട്ട് ചത്തു പൊക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, രാത്രിയിലൊക്കെ ഇറങ്ങി പിടിക്കുകയൊക്കെ ചെയ്താൽ ഇങ്ങനത്തെ അറ്റാക്കുകൾ ഒഴിവാക്കാം. ഇനി ഞാൻ ഇതിൽ നമ്മൾ നേരത്തെ ഈ ബഡ്ഡുകൾ കരിഞ്ഞു പോകുന്നതിനുള്ള കുറേ കാര്യങ്ങൾ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്ലാന്റിൽ ഇൻസെക്ടിസൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാനൊന്ന് കൊടുത്തത് ടാറ്റായ്മയുടെയാണ് കൊടുത്തത്. എമിഡാക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് കൊടുത്തത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മെനങ്ങാന്ന്. അതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഈ വളം കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ സ്നെയിൽ പെല്ലറ്റും കൂടി വെക്കാൻ പോവാണ് കേട്ടോ. വൈകിട്ട് ഞാൻ സ്നെയിൽ പെല്ലറ്റ് വെക്കത്തുള്ളൂ. അപ്പോൾ വൈകിട്ട് വെച്ചിട്ട് പോയാൽ വെള്ളം വീഴാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്നെയിൽ പെല്ലറ്റ് വെക്കുമ്പോൾ പ്ലാന്റ് എന്താ വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൽ സ്നെയിൽസൊക്കെ വന്ന് ചത്ത് കിടപ്പുണ്ടോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.